Hello guys, welcome to today's video. Today I am going to make ഗോതമ്പ് ദോശ. നിങ്ങൾ എന്നെ കുറെ നാളായി കണ്ടിട്ട്, അതുകൊണ്ട് 2-3 വർഷമായി കാണും. പക്ഷെ ഇപ്പൊ ഞാൻ വലുതായി, അതുകൊണ്ട് നമുക്ക് ഗോതമ്പ് ദോശ എടുക്കാൻ പണി ചെയ്യാം. അപ്പൊ നിങ്ങൾ എല്ലാവരും എന്നെ ഫോളോ ചെയ്യും. ഇനി നമുക്ക് റെഡിയാക്കാം. നമ്മൾ ഇനി ആദ്യം ചെയ്യുന്ന വീറ്റ് പൗഡറായിട്ട് വെള്ളമായിട്ട് മിക്സ് ചെയ്തിട്ട് ഉണ്ടാക്കുന്ന ഒരു പേസ്റ്റാണിത്. ഇത് ആദ്യം നമ്മൾ ഇതെടുത്തിട്ട് വെച്ചിട്ട് അങ്ങനെ ചെയ്യണം. എന്നിട്ട് ഒരു സ്കൂപ്പും എക്സ്ട്രാ മതി. ഇനി അങ്ങനെ ചെയ്തിട്ട് ഇനി നമ്മൾ ഇത്തിരി നേരം വെയിറ്റ് ചെയ്യണം. അതിൻ്റെ സർഫസ് ഇത്തിരി കൂടെ വേറെ കളറാകാൻ. അപ്പോഴത്തേക്ക് ഇത് വേറെ ഇത്തിരി നെയ്യ് ഇതിനകത്ത് ഒഴിക്കാൻ പോവാണ്. നമ്മൾ ഇനി നെയ്യ് അവിടെ ഇട്ടിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനെ പൊക്കി പിടിച്ച് ഇനി ഒരു സൈഡ് മുരിഞ്ഞ് കഴിയുമ്പോൾ നമുക്ക് ഇതിനെ പൊക്കി പിടിക്കാം. മറിച്ചിടാന്ന് നമ്മുടെ മകൻ നല്ല സുഖമുണ്ട്. ഇങ്ങനെ ഇത്തിരി പരത്തിയാണ്, പക്ഷെ ഭയങ്കരമായിട്ട് ശക്തിയോടെ ഇങ്ങനെ ഒട്ടിപ്പിടിക്കും. അപ്പോഴത്തേക്ക് അത് ഒട്ടിപ്പിടിക്കും ഇതുമായിട്ട്. അതുകൊണ്ട് നമ്മൾ ഇങ്ങനെയൊക്കെ അനക്കിയാണ് ആ ചെറിയ പവറുമായിട്ട് ഇങ്ങനെ ചെയ്യണം. എന്നിട്ട് അത് റെഡി ആകുമ്പോൾ നമ്മുടെ കുട്ടപ്പനെ അങ്ങനെ ആക്കും. അതിന് നമ്മൾ പിന്നെ ആ പ്രോസസ്സ് ചെയ്യാൻ പോവാണ്. ഇത് ഒരു സ്കൂപ്പ് എടുക്കും. എന്നിട്ട് അത് ഇത്തിരി അതിൻ്റെ വടിയിരിക്കുന്ന ഭാഗം കളയും. നമ്മൾ ഒറ്റ ഒരു സ്കൂപ്പും കൂടെ എടുക്കുവാണ്. ഇങ്ങനെ നമ്മൾ അതിനെ പതിയെ 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 ഇങ്ങനെ അടക്കും. അതിലേക്ക് ചെറിയ നെയ്യ്, ചെറിയ നെയ്യ് ഇടാം പ്ലീസ്. ഇനി നമ്മൾ നെയ്യ് ഇട്ടപ്പോൾ ഇത്തിരി അതിന്റെ സർഫസ് കുതിർന്ന് വരട്ടെ. എന്നിട്ട് സർഫസ് മൊരിഞ്ഞ് വരട്ടെ. എന്നിട്ട് നമ്മൾ അവരെ ഫ്ലിപ്പ് ചെയ്യും. നമ്മൾ ഇത്തിരി നേരമായി ഇപ്പൊ തന്നെ, അതുകൊണ്ട് നമ്മളിപ്പോ ഫ്ലിപ്പ് ചെയ്യാൻ പോവാണ്. നമ്മൾ ഫ്ലിപ്പ് ചെയ്തു. ഈ ഭാഗം മൊരിഞ്ഞിരിക്കുന്നു, അതൊന്ന് നമ്മൾ ഫ്ലിപ്പ് ചെയ്തു. ഇനി ആ ഭാഗം കൂടെ മൊരിഞ്ഞിരിക്കുമ്പോൾ നമ്മൾ പിന്നെ ഇവിടെ ഇടും. പക്ഷെ കൂടുതൽ സമയത്തിൽ അവിടെ ഇരുന്നാൽ നമ്മൾ അത് കരിഞ്ഞു പോകും. അതിന് നമ്മൾ ഫ്ലിപ്പ് ചെയ്തില്ലേ, അല്ലെങ്കിൽ ഇത് കരിഞ്ഞു പോകും. കരിഞ്ഞു പോയാൽ നമ്മൾ കരിഞ്ഞ ദോശ കഴിക്കണം. അപ്പൊ നമ്മുടെ വയറ് പോകും. നമ്മൾ ഇങ്ങനെയൊക്കെ ചെറിയ ചെറിയ കാര്യങ്ങൾ ചെയ്താൽ നമ്മുടെ അച്ഛനമ്മയൊക്കെ പനിയോ വയ്യാതെ ഇരുന്നാലും നമുക്ക് അവർ ഒന്ന് ഹെൽപ്പ് ചെയ്യാം. കൂടെ നമുക്ക് ഇതിങ്ങനെ ചെയ്ത് നമുക്ക് ഫുഡ് കഴിച്ചാൽ നമ്മൾ ഇങ്ങനെ ചെയ്ത് നമ്മൾ വലിയ കുക്കോ ഷെഫോ ആകാം. ഇത് നമ്മുടെ 3ാമത്തെ ദോശയായിരിക്കും വേണ്ടിയുള്ളത്. നമ്മുടെ ആദ്യത്തെ സ്കൂപ്പ്, ഇനി 2ാമത്തെ സ്കൂപ്പ്. നമ്മൾ ഇത്തിരി ചെറിയ ലൈറ്റ് ടച്ച് കൊടുക്കും. ഈ ലൈറ്റ് ടച്ചുമായിട്ട് നമ്മൾ ഈ ദോശനെ പരത്തിയിട്ട് നമ്മൾ ഈ തിരിച്ചിടും. ഇനി നമ്മൾ നെയ്യിടും. നെയ്യിട്ടാൽ നമുക്ക് നമ്മുടെ ദോശയ്ക്ക് സോഫ്റ്റ്നസ് കിട്ടും. അതിന് നമ്മൾ ഇത്തിരി നേരം അത് വെയിറ്റ് ചെയ്യണം. അതിൻ്റെ സർഫസ് ഇത്തിരി കൂടെ മുരിഞ്ഞു പോകും. ഇനി നമ്മൾ ഫ്ലിപ്പ് ചെയ്തപ്പോൾ ഇനി അത് ഇത്തിരി കൂടെ മുരങ്ങ പോകും. അതുകൊണ്ട് നമുക്ക് ഇത്തിരി നേരം ഇൻട്രാക്ഷൻ ചെയ്യാം. ഇങ്ങനെയാണ് നിങ്ങളൊക്കെ അതിനെ ഫ്ലിപ്പ് ചെയ്തായിരിക്കും. അതുകൊണ്ട് നമ്മൾ ഇനി ഇത്തിരി ഇൻട്രാക്ഷൻ ചെയ്യാം. നമുക്ക് നിങ്ങൾക്കറിയാം
അറിയോ നമ്മൾ എവിടെ നിന്നാണ് ഇങ്ങനെയൊക്കെ പഠിക്കുന്നത്? നമ്മുടെ അമ്മമാർ, അത് അച്ഛമ്മമാർ, അത് വേറെ ആൾക്കാർ. അതുകൊണ്ട് നമുക്ക് അവരെ ഇത്തിരി ഹെൽപ്പ് ചെയ്യാം. നിങ്ങൾക്ക് ഇത്തിരി ഇൻസ്പിറേഷൻ നിങ്ങളുടെ അമ്മയുടെ കയ്യിൽ നിന്ന് കിട്ടിയാൽ മാത്രമേ ഇത് ചെയ്യാൻ പാടുള്ളൂ, അല്ലെങ്കിൽ നിങ്ങളുടെ കൈ കൊടുക്കും. ഇങ്ങനെ ചില സമയം ടിവിയോ ഫോൺ കണ്ട് സമയം വേസ്റ്റ് ചെയ്താൽ നമുക്ക് ചില സമയം കിച്ചണിൻ്റെ അവിടെ പോയി നമ്മുടെ അച്ഛനും അമ്മയും എന്തൊക്കെ ചെയ്യുന്നതെന്ന് കണ്ടാൽ അവരെ കണ്ടുപിടിച്ചിട്ട് ദോശയും അതോ വേറെ എന്തെങ്കിലും നമുക്കത് തനി ഉണ്ടാക്കുമ്പോഴത്തേക്ക് അതോ ഉണ്ടാക്കുമ്പോഴത്തേക്ക് നിറച്ച ഇനി നമ്മൾ ഇതാണ് നമ്മുടെ ലാസ്റ്റ് ആൻഡ് ഫൈനൽ ദോശ. ഇനി നെക്സ്റ്റ് വീഡിയോയിൽ നമ്മളൊക്കെ എന്തോ ഏതെങ്കിലും ചിക്കൻ ഉണ്ടാക്കാൻ പോകും. ഗ്രീൻ ചിക്കൻ, കിഫ ചിക്കൻ. നമ്മൾ ഇത് ലാസ്റ്റ് ആൻഡ് ഫൈനൽ ദോശ ഒന്ന് ഫ്ലിപ്പ് ചെയ്യട്ടെ. നമുക്ക് ചെറുതായി ലാസ്റ്റ് ഇന്ററാക്ഷൻ ഒന്ന് ചെയ്യാം. എല്ലാ കാര്യം നമ്മൾ ഇന്ററാക്ഷൻ ഒക്കെ ചെയ്താൽ നമുക്ക് ഇതാണ് നമ്മുടെ ലാസ്റ്റ് ആൻഡ് ഫൈനൽ ദോശ. നെക്സ്റ്റ് വീക്കിൻ്റെ അതോ അതിന് വരുന്ന വീഡിയോ ഉണ്ടാക്കുന്ന ചിക്കൻ ആയിരിക്കും. ഏതെങ്കിലും ചിക്കൻ, ഇഫ ചിക്കനോ ഗ്രീൻ ചിക്കനോ കൂടെ നമ്മൾ ഇനി ഇത് ഫ്ലിപ്പ് ചെയ്തിട്ട് നമ്മൾ ഈ വീഡിയോ എൻഡ് ചെയ്യാം. ഫ്ലിപ്പ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ നമുക്ക് ചെറിയൊരു ഇന്ററാക്ഷൻ ചെയ്യാം. കൂടെ നിങ്ങളുടെ ഫേവറേറ്റ് യൂട്യൂബർ ആരാ? എനിക്ക് ആഗ്രഹമുണ്ട് കണ്ടുപിടിക്കാൻ. ഈ വൈൻഡായിട്ടുള്ള കാര്യത്തിന് എനിക്ക് കഴിക്കാൻ പോകുന്നു ടേസ്റ്റ് ടെസ്റ്റിംഗ്. കൂടെ എൻ്റെ അമ്മയും ആൻറ്റിയും ഉണ്ടാക്കിയ സ്പെഷ്യൽ ഫിഷ് കറിയോ ആയിട്ട് കഴിക്കാൻ പോകും. ഈ ലാസ്റ്റ് ദോശ ഞാൻ ഇത്തിരി ക്രിസ്പിയും ആക്കിയിട്ടുണ്ട്. സൂപ്പർ, വണ്ടർഫുൾ. ഇനി നമ്മൾ നെക്സ്റ്റ് വീഡിയോയിലൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ ഗ്രീൻ ചിക്കൻ ഉണ്ടാക്കാൻ പോവാണ്. കൂടെ ശരിക്കും എനിക്ക് ഫിഷ് കറി അത്ര ഇഷ്ടമല്ല, പക്ഷെ ഈ ദോശ ഞാൻ ഉണ്ടാക്കിയ സ്ട്രഗിളും കൂടെ എനിക്ക് മനസ്സിലായി. എൻ്റെ ആൻറ്റിയും അമ്മയും ഉണ്ടാക്കിയ സ്ട്രഗിള് വിചാരിക്കുമ്പോൾ ഒക്കെ എനിക്ക് ഇത്തിരി ഇഷ്ടം തോന്നും. നെക്സ്റ്റ് വീഡിയോ, പ്ലീസ് ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ് ആൻഡ് ഷെയർ ദിസ് വീഡിയോ ടു others. Good.